ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കൊണ്ടൊരു നഗ്ഗറ്റ്സ് ഉണ്ടാക്കാൻ പോവേ. അതിന് വേണ്ടിയിട്ട് 400 ഗ്രാം ചിക്കൻ എടുത്ത് കഴുകി അത് ബോൺലെസ് ചിക്കനാണ്. അത് നമ്മൾ ചിക്കൻ കറി വെക്കാനൊക്കെ മേടിക്കില്ലേ, അതിൽ നിന്ന് എടുത്താൽ മതി, എല്ലില്ലാതെ. അങ്ങനെ 400 ഗ്രാം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി. പിന്നെ ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് അരയ്ക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കേ. സൈഡൊന്നും കണ്ടിക്കണ്ട. 4 കഷ്ണം ബ്രെഡുണ്ടേ. ഇന്ന് ഞാൻ പൊടിച്ചെടുക്കട്ടെ. നമ്മുടെ ബ്രെഡ് പൊടിച്ചത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് വേറൊരു ജാർ എടുത്തിട്ട് ഈ ചിക്കനില്ലേ കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം. ഒരുമിച്ചിട്ട് അരക്കല്, മിക്സിയുടെ ബ്ലേഡ് അങ്ങ് പോകുമേ. അപ്പോൾ രണ്ടായിട്ട് അരയ്ക്കാം. ഇത് അരച്ചുകൊണ്ട് വരട്ടെ. നമുക്ക് അരച്ചെടുത്ത ആദ്യം അരച്ചില്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. ഇരിക്കട്ടെ. ഞാൻ അടുത്ത് ചിക്കനും കൂടെ ഇതുപോലെ അരച്ചെടുക്കേ. നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തേ. ഇപ്പോൾ 400 ഗ്രാമാണ്. ഇനി ഇതിനകത്ത് നമ്മളിപ്പം പൊടിച്ചുകൊണ്ട് വന്ന ബ്രെഡിൻ്റെ പൊടിയില്ലേ, അതിട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡറേ. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് മതി കേട്ടോ. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പാപ്പരിക്ക ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഒരു ടീസ്പൂൺ 1.25 ടീസ്പൂൺ സോയാ സോസ്. ഒരു 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസേ. ഇതിനാവശ്യമുള്ള ഉപ്പ്. പിന്നെ സോസിൽ ഉപ്പുണ്ട്. പിന്നെ നമുക്ക് കുഴച്ചിട്ട് നോക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ കുഴക്കണേ. ഇതിനകത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണമായിരുന്നേ, ഞാൻ മറന്നുപോയി. അതും കൂടി ഇട്ടങ്ങ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിവിടെ ഇരിക്കട്ടെ. ഇതില്ല, അടുത്തതിൻ്റെ കോട്ടിങ് വേണ്ടി അതിൻ്റെ പുറത്ത് കവർ ചെയ്യാനുള്ള അത് നമുക്ക് റെഡിയാക്കേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനകത്ത് ഇപ്പം ബ്രെഡ് ഇതിന് വേണ്ടി പൊടിച്ചതല്ലേ, ഈ ജാറിൽ തന്നെ വേറൊരു 4 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ അത് ഇതുപോലൊന്ന്
മുറിച്ചിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച ബ്രെഡ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഈ മൈദാമാവിൽ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇടണേ. ഒരു നുള്ള് കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം ഉപ്പ്, ലേശം ഇട്ടോണ്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതോട്ടിരിക്കട്ടെ. ഇനി ഇതിനകത്ത് ഒരു സ്വല്പം എണ്ണ, അതെ. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവണേ. നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ എടുക്കാം. കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് ഈസി എന്ന് പറയുന്നത് ചപ്പാത്തി പലകയിലിട്ടിട്ട് കല്ലിലിട്ടിട്ടേ എല്ലാം ഒന്ന് നേരെ ഇട്ടത് പരത്തി എണ്ണ തേച്ചിട്ട് പരത്തിയെടുക്കുക. പരത്തിയിട്ട് 4 സൈഡും നല്ല രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് പിന്നെ എന്നിട്ട് അതിൽ നിന്ന് കഷ്ണമായിട്ട് കണ്ടിച്ചെടുത്താൽ മതി. എന്നാൽ നഗറ്റ്സിന് ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പല ഷേപ്പിലും എടുക്കാം. ഹാർട്ടിൻ്റെ ഷേപ്പ് എടുക്കാം, വട്ടത്ത് റൗണ്ടായിട്ട് എടുക്കാം, ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇതിട്ടിരിക്കട്ടെ. ഇനി ഇതൊക്കെ ഞാൻ എന്നുള്ളത് കൈയൊക്കെ ഒന്ന് കഴുകട്ടെ. ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഇതിനകത്ത് ശകലം ഉപ്പിട്ട് കൊടുക്കേ. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കാം, ശകലം. ഉപ്പൊക്കെ ഒന്ന് കളയണ്ടേ. ഉപ്പും വെള്ളവും എല്ലാം നല്ല മിക്സാക്കി എടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. മതിയേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ടെടുത്ത് ആദ്യമേ ഈ മാവിലോട്ടൊന്ന് ഒരു കോട്ടിങ് കൊടുക്കാം.
ഇനി ഇത് ഈ മുട്ടയിലോട്ടിടാം. ഇനി ഇത് ബ്രെഡിലോട്ടിടാം. ബ്രെഡ് പൊടിയിലോട്ടിട്ട് ഇവിടെ വെക്കാം. ഇതുപോലെ ഓരോന്നും അതുപോലെ തന്നെ ചെയ്യാം. ഇതിൻ്റെ മാവ് അധികം വരുന്ന തട്ടീനകത്ത് ഇടണേ. വീണ്ടും അതുപോലെ തന്നെ മാവിലോട്ടൊന്ന് തൊട്ട് അങ്ങനെ ഇതുപോലെ ഇതെല്ലാം ചെയ്യേ. നമ്മുടെ നഗ്ഗറ്റ്സ് മൊത്തവും റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ച് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ഞാൻ ഈ പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. റിഫൈൻഡ് ഓയിലാണേ. ഒരു തീ ഒന്നുകൂടെ കുറയ്ക്കാം. എണ്ണ ഒരു ചൂടായി. ഇളം ചൂടല്ല, ഒരു മീഡിയത്തിൽ. എന്നിട്ട് നമുക്ക് തീ കുറയ്ക്കാം. ഭയങ്കര തിളയ്ക്കുന്നുണ്ടെങ്കിലൊന്നും കൊണ്ടിട്ട് കൊടുക്കല്ലേ. ഓരോന്നോരോന്നായിട്ടിട്ട് കൊടുക്കാം. ചെറിയ തീ കിടക്കട്ടെ. നമ്മുടെ നഗ്ഗറ്റ്സിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ടേ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടിയിടല്ലേ. ചിക്കനല്ലേ, വേവണ്ടേ. ചിക്കൻ പേസ്റ്റ് പോലെ അരച്ചതാണ്, എന്നാലും ഇത് വേവണ്ടേ. ചെറിയ തീയിൽ അങ്ങനെ കിടക്കട്ടെ. ചിക്കൻ തീ കുറയ്ക്കാം. ഇത് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണേ. കാര്യം ചെറിയ തീയിലാണ്. കാര്യം ഉള്ളിൽ ചിക്കൻ വേവണം. അതുകൊണ്ട് ചിക്കൻ പേസ്റ്റ് ആണെങ്കിലും വേവണം. അങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ നഗ്ഗറ്റ്സ് റെഡിയായേ. നമുക്കിത് എടുക്കാം, എണ്ണയിൽ നിന്ന് എടുക്കാം. അല്ലേ, കിരുകിരാം ശബ്ദം. വാ, ഇനി അടുത്ത് ഇട്ട് കൊടുക്കാം. കുട്ടികളിടുമ്പോൾ സൂക്ഷിക്കണം. പിള്ളേരാണെങ്കിൽ കയ്യിൽ എണ്ണയൊക്കെ തെറിച്ച് വീഴാതെ. അത്രയും മതി. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തീ കൂട്ടി കൊടുക്കുക. അപ്പോഴേ കുറയ്ക്കുക കേട്ടോ. അതും തിരിച്ചിട്ട് കൊടുക്കാം. പിള്ളേർക്കൊക്കെ എന്ത് ഇഷ്ടമാവുമെന്നറിയാവോ. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. ഇത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ നഗ്ഗറ്റ്സ് ഒക്കെ ഇല്ലേ, ഈ എല്ലാം എണ്ണയും ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ അത് നമ്മൾ ഈ കഷ്ണമായിട്ട് നല്ല ചപ്പാത്തി പലകയിലിട്ട് പരത്തി കഷ്ണമായിട്ട് ഓരോ ഷേപ്പിലും വെട്ടിയെടുത്തിട്ട് അത് പിന്നെ സിപ്ലോക്കുള്ള
പ്ലാസ്റ്റിക് കവറിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലതിനകത്തോ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തിട്ട് കൊടുക്കാം. ടേസ്റ്റേ ഇനി തീരെ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാതെ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പും നമുക്കെടുക്കാം. ലാസ്റ്റ് ഇനി ഇതും ഇതുപോലെ റെഡി ആവട്ടെ. നമ്മുടെ നാലാമത്തെ ട്രിപ്പും റെഡി ആയിക്കഴിഞ്ഞ് ലാസ്റ്റായത് നമുക്ക് എടുക്കാം. ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് നമുക്കൊന്ന് ചെറിയൊരു ചൂട് മാറട്ടെ, സെറ്റ് ചെയ്യാം. കണ്ടില്ലേ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ നഗറ്റ്സ്. അപ്പം അതിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഷേപ്പൊക്കെ ഇത്തിരി വ്യത്യാസം വന്നിട്ട് പോയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോസ്, ടൊമാറ്റോ സോസ് ഞാൻ എടുത്ത് ഒഴിച്ചു വെച്ചില്ല. കണ്ടില്ലേ നമ്മൾ ചിക്കൻ നഗറ്റ്സ്. ഓക്കെ, നല്ല ക്രിസ്പിയാണ്. ഉണ്ടോ? അകം നല്ല ഉണ്ടോ? പിന്നെ സോയാ സോസ് അധികം ഒഴിക്കണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഞാനിപ്പം സോയാ സോസ് 1.5 ടീസ്പൂൺ ഒഴിച്ച്. കണ്ടില്ലേ നല്ല ടേസ്റ്റിയായി. ഇങ്ങനെ ഇതിനകത്ത് മുക്കി ഇത് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.